നമുക്ക് ഒരു വിഷമം വന്നാൽ അത് നമ്മൾ തന്നെ അനുഭവിക്കണം. നമുക്ക് വിഷമം ഉണ്ടെന്ന് കരുതി നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കാതിരിക്കുന്നില്ല. എല്ലാവരും ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. എല്ലാത്തിനും വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല. നീ ചെയ്ത കർമ്മങ്ങൾ തന്നെയാണ് നിനക്ക് മുന്നിൽ വിധിയായി എത്തിച്ചേരുന്നത്. പ്രയാസങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിന്ന ഒരു കരിക്കട്ടയാണ് പിന്നീട് വജ്രമായി മാറുന്നത്. ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ആവശ്യമാണ്: അറിവും ആത്മവിശ്വാസവും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരിക്കുകയുള്ളൂ. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ജീവിതം 2 കാലുകളാണെന്ന് സങ്കല്പിക്കുക. മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല, പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല. കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന്. ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെയുണ്ടാവുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. നേട്ടത്തിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ് ശുഭാപ്തി വിശ്വാസം. പ്രതീക്ഷയും വിശ്വാസവും ഇല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങൾ തന്നെയായിരിക്കും. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മതി. ഇഷ്ടംപോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും നിങ്ങൾ ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. നിങ്ങൾ വിജയിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% വിജയിയല്ല. അതുപോലെ തന്നെ നിങ്ങൾ തോൽക്കുമ്പോൾ അവർ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% മോശവുമല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം നമുക്ക് മുന്നിൽ എത്തും. മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. ഒരു നിമിഷത്തെ അവഗണന മതി ഒരു യുഗം കൊണ്ട് പടുത്തുയർത്തിയ സ്നേഹവും വിശ്വാസവും തകർത്തു കളയാൻ. പ്രതിസന്ധിയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ വിജയത്തിലും ഞാൻ നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നില്ല എന്ന ഉറച്ച തീരുമാനം എടുക്കുക. ഏതൊരു ബന്ധത്തിലും മൂന്നാമതൊരാൾ കടന്നു വരാതെ സൂക്ഷിക്കുക. അത്രയും മനോഹരമായി ചേർന്നിരിക്കുന്നതിനെ ഇല്ലാതാക്കാൻ അവർക്ക് അത്ര സമയമൊന്നും വേണ്ടിവരില്ല.